എല്ലാം വാഷ് ചെയ്ത് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ കുറച്ചും കൂടെ അങ്ങ് വാഷ് ചെയ്യുകയാണ് ഗൈസ്. ഒഴിച്ചൊന്ന് വയ്ക്കാം. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു നാട്ട് 24 ഐറ്റംസ് പായസത്തിനോട് അവസാനം കുടിക്കാനാണ്. പക്ഷെ നമ്മൾ എടുത്ത് വയ്ക്കാം. ആഹാ, ഇഞ്ചി. ഇതിൻ്റെ അകത്ത് ഇനിയും എല്ലാത്തിൻ്റെ പേര് എനിക്ക് അറിയുമോ എന്നുള്ള ഡൗട്ടാണ്. നോക്കാം. കുറച്ചേ കഴിക്കുള്ളൂ ഗൈസ്. ഓക്കെ, ചോറ് വളരെ കൂടെ നടക്കുള്ളൂ. എന്നിട്ട് കുറച്ച് പരിപ്പ് കറി കുറച്ച് ഒഴിക്കുക. ഓക്കെ, കുറച്ച് പരിപ്പ് കറി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു പീസ് പപ്പടം എടുത്ത് വയ്ക്കുക. പപ്പടം എടുത്ത് വെച്ചതിന് ശേഷം ഓരോ കൂട്ടിൽ നിന്നും കുറച്ച് എടുക്കുക. പല രീതിയിൽ കഴിക്കുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ ഇതിന് ആധികാരികമായിട്ട് വേറെ രീതിയിൽ കഴിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം. പക്ഷേ ഞാൻ കഴിക്കുന്നത് ഇങ്ങനെയാണ് ഗൈസ്. കുറച്ച് അവിയലും എടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മാങ്ങ അച്ചാർ. എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വാ, സൂപ്പർ. ആ പാവാറ് വെച്ചിട്ടുള്ള ചെയ്യാണ് ഗൈസ്. സാമ്പാർ, യെസ്, ഓക്കെ. കുറച്ച് സാമ്പാർ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ സാമ്പാർ നമ്മൾ ഒഴിച്ചു. സാമ്പാർ ഒഴിച്ചതിന് ശേഷം ആസ് യൂഷ്വൽ പപ്പടത്തിൻ്റെ ഒരു പീസ് എടുക്കുന്നു. പിന്നെ കുറച്ച് പാവയ്ക്ക, പൈനാപ്പിൾ, വെള്ളരിക്ക, പിന്നെ കുറച്ച് അവിയൽ, തോരന്, ഇഞ്ചി അച്ചാർ, മൈ ഫേവറേറ്റ് മാംഗോ അച്ചാർ, പിന്നെ അവിയൽ, പിന്നെ കുറച്ച് കൂട്ടുകറി എല്ലാം കൂടെ ചേർത്തതിന് ശേഷം എന്ത് ചെയ്യണം? എല്ലാം കൂടെ ചേർത്തേണ്ടതാ ഇതുപോലെ മിക്സ് ചെയ്യണം. ഒരാൾക്കാർ മിക്സ് ചെയ്യണ കാണുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ കൊതിയാവും. പക്ഷേ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ വളരെ ലാവിഷായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് സാമ്പാർ ഒരു രക്ഷയില്ല കേട്ടോ. സാമ്പാർ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് സദ്യയല്ല, അവിടുത്തെ മിക്സഡ് മീൽസ്, മിനി മീൽസ് കഴിക്കുന്ന സമയത്ത് സാമ്പാറിനാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ തമിഴ്നാട്ടിൽ സരവണ ഭവൻ പോലുള്ള ഹോട്ടലിലൊക്കെ കഴിക്കണം. അപ്പോൾ ആ ഒരു ടച്ച് ആണെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സാമ്പാർ കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മോരും കൂടെ കുറച്ച് കുടിക്കാം. കൈ നിറഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കഴിക്കുന്നത് ഗ്രാൻഡായിട്ട് റയാൻ ഒരു ചെറിയൊരു ഇലയിലാണ് സംഭവം റെഡി ആക്കിയിട്ടുള്ളത്. കൊള്ളാമോ റയാൻ? ഓരോ അവിയൽ തോരനൊക്കെ എടുക്കൂ. ഓരോ നാട്ടെടുത്ത് ചോറിൽ വെച്ച് കഴിക്കൂ. ഓരോ നാട്ട് എടുത്തു വെച്ച് കഴിക്കൂ. നസ്രിന് വളരെ ലാവിഷായിട്ടിരുന്ന് കഴിക്കുകയാണ്. ഓക്കെ.